നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് മാനുഫാക്ചറിങ് പ്രോസസ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു ബ്ലാങ്ക് റോ മെറ്റീരിയലിന് നമുക്ക് ആവശ്യമായ ഷേപ്പ്, സൈസ്, ഡയമെൻഷൻസ്, പ്രോപ്പർട്ടി ഇതിലേതെങ്കിലും രീതിയിലേക്ക് മാറ്റിയെടുക്കുന്ന ഏതൊരു പ്രോസസ്സിനും നമുക്ക് മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറയാനായിട്ട് സാധിക്കും. മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കുക, അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും മെറ്റീരിയൽ അല്ലെങ്കിൽ ഏതെങ്കിലും എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെഷീൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനെ പ്രധാനമായിട്ടും നമ്മൾ 5 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. മെയിൻ ക്ലാസിഫിക്കേഷൻ എന്ന് 4 രീതിയിലാണ്. പക്ഷേ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു പ്രോസസ്സും കൂടി എക്സ്ട്രാ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ടോട്ടൽ 5 ക്ലാസിഫിക്കേഷനാണ് ഇവിടെ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് പ്രൈമറി ഷേപ്പിംഗ് പ്രോസസ്സ്. ഇത് മാനുഫാക്ചറിങ് പ്രോസസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് പ്രൈമറി ഷേപ്പിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയലിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് പ്രൈമറി ഷേപ്പിംഗ് പ്രോസസ്സ്. ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു നമ്മുടെ ഗേറ്റ് ഉണ്ടാക്കുന്നതിന് നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മെറ്റൽ എടുത്ത് ആ ഗേറ്റിൻ്റെ ഷേപ്പിലേക്ക് നമ്മൾ പല പ്രോസസ്സുകളൂടെ കടത്തി വിട്ട് ആ ഗേറ്റിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ നമുക്ക് ആവശ്യമായ ഷേപ്പിംഗ്, ആ ഒരു രൂപം ഉണ്ടാക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഷേപ്പിംഗ് പ്രോസസ്സ്. നമ്മൾ മരത്തിൽ നിന്ന് ഫർണിച്ചർ ഉണ്ടാക്കുക, ഇതെല്ലാം ഷേപ്പിംഗ് പ്രോസസ്സുകളുടെ എക്സാമ്പിളാണ്. ഇതെല്ലാം സിമ്പിളായിട്ടുള്ള പ്രോസസ്സുകൾ അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള എക്സാമ്പിളുകളാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. നമുക്കിവിടെ പഠിക്കാനുള്ളത് വേറെ കുറേ കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ചിട്ട് വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് സെക്കൻഡറി ഓർ മെഷീനിങ് പ്രോസസ്സ്. നമ്മൾ മെഷീനിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏതൊരു കാര്യം ചെയ്യാനും ഒരു മെഷീൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മെഷീൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഏതെങ്കിലും ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് മെഷീനിങ് പ്രോസസ്സ് എന്ന് പറയാനായിട്ട് സാധിക്കും. ലെയ്ത്ത്, അതാണ് മെഷീനിങ് പ്രോസസ്സിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ. ഇപ്പോൾ ലെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കിട്ടുന്ന മെറ്റീരിയലിൻ്റെ ഡയമീറ്റർ കുറയ്ക്കുക അല്ലെങ്കിൽ ലെങ്ത്ത് കുറയ്ക്കുക, അതിൽ ത്രെഡ് കട്ട് ചെയ്യുക, ഇത്തരം ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലെയ്ത്ത്. അപ്പോൾ ആ ലെയ്ത്ത് വെച്ച് ചെയ്യുന്ന പ്രോസസ്സുകളൊക്കെ മാനുഫാക്ചറിങ് പ്രോസസ്സിൻ്റെ മെഷീനിങ് പ്രോസസ്സിൽ പെടുന്ന കാര്യങ്ങളാണ്. അടുത്ത പ്രോസസ്സാണ് മെറ്റൽ ഫോമിംഗ് പ്രോസസ്സ്. മെറ്റൽ ഫോമിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വേറൊരു രീതിയിലും കൂടിയും പറയാൻ പറ്റും, പ്രോപ്പർട്ടി ചേഞ്ചിങ് പ്രോസസ്സ്. അത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ അതിലേക്ക് വേറൊരു ഫോറിൻ മെറ്റീരിയൽ ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഇമ്പ്രൂവ് ആവും. ഫോർ എക്സാമ്പിൾ ഡെൻസിറ്റി കൂടുക, ഹാർഡ്നെസ് കൂടുക, ടഫ്നെസ് കൂടുക, ബോയിലിംഗ് പോയിൻ്റ് കൂടുക, കുറേയൊക്കെ ചെയ്യാം. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഒരു പ്രോപ്പർട്ടിയിലേക്ക് നമുക്കതിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ചെറിയൊരു എക്സാമ്പിൾ കോൺക്രീറ്റ് മാനുഫാക്ചറിങ്. കോൺക്രീറ്റ് മാനുഫാക്ചറിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, സിമെൻറ്റ് റീഇൻഫോഴ്സ് ചെയ്തിട്ടാണ് ഈ കോൺക്രീറ്റ് ഉണ്ടാക്കുന്നത്. അതായത് വേറെ മെറ്റീരിയലുകൾ പലതും ആഡ് ചെയ്തിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ഇൻക്രീസ് ആക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പ്രോപ്പർട്ടി ചേഞ്ചിങ് പ്രോസസ്സ്. അങ്ങനെ അതേമാതിരിയുള്ള എല്ലാ ക്ലാസിഫിക്കേഷനും മെറ്റൽ ഫോമിംഗ് പ്രോസസ്സിൽ വരുന്നതാണ്. നെക്സ്റ്റ് വൺ ജോയിനിങ് പ്രോസസ്സ്. 2 അതിലധികം മെറ്റൽ പാർട്സ് അല്ലെങ്കിൽ 2 അതിലധികം നോൺ മെറ്റൽ പാർട്സ് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പ്രോസസ്സും നമുക്ക് ജോയിനിങ് പ്രോസസ്സിൽ പെടുത്താനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ വെൽഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, മെറ്റൽ ജംഗ്ഷനിൽ നമ്മൾ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഹീറ്റ് അപ്ലൈ ചെയ്യും. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഹീറ്റിൽ നിന്നും ആ മെറ്റൽ ഉരുകും. ആ ഉരുകിയ മെറ്റൽ പാർട്സ് നമ്മൾ ജോയിൻ ചെയ്ത് തണുക്കാൻ അനുവദിക്കും. അപ്പോൾ നമുക്ക് ജോയിൻ ചെയ്തിട്ടുള്ളൊരു മെറ്റൽ കിട്ടും. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ പ്രോസസ്സുകളും ജോയിനിങ് പ്രോസസ്സിൽ നമുക്ക് പെടുത്താനായിട്ട് സാധിക്കും. ലാസ്റ്റ് വൺ സർഫസ് ഫിനിഷിംഗ് പ്രോസസ്സ്. ഇതെന്ന് പറഞ്ഞാൽ അപ്പിയറൻസ് വൈസ് ആണ് നമുക്ക് ഈ സർഫസ് ഫിനിഷിംഗ് പ്രോസസ്സിൻ്റെ ആവശ്യം വരുന്നത്. അതായത് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ ഒരു ഫയൽ വെച്ച് നമ്മൾ അതിനെ സ്മൂത്താക്കുക, ഒരു മെറ്റൽ സർഫസിനെ സ്മൂത്താക്കുക. അവിടെ നമ്മൾ ചെയ്യുന്നത് മെറ്റൽ സർഫസിൻ്റെ അപ്പിയറൻസും സ്മൂത്ത്നെസ്സും ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രോസസ്സുകൾ പറയുന്ന പേരാണെന്ത്,
സർഫസ്, ഫിനിഷിംഗ്, പ്രോസസ്സ്. സർഫസ് നമുക്ക് ഫിനിഷ്ഡ് പ്രൊഡക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഈ 5 പ്രോസസ്സുകളാണ് മെയിനായിട്ടും മാനുഫാക്ചറിങ് പ്രോസസ്സുകളുടെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ഇനി നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് പല തരത്തിലുള്ള മാനുഫാക്ചറിങ് പ്രോസസ്സുകളെ കുറിച്ചാണ്. ഫോർ എക്സാമ്പിൾ ഫോർജിങ്, എക്സ്ട്രൂഷൻ, വെൽഡിങ്, അങ്ങനെ പല തരത്തിലുള്ള പ്രോസസ്സുകളെ കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ലേത്ത് മെഷീനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുണ്ട്. ഇതെല്ലാമാണ് ഈ മൊഡ്യൂളിൽ വരുന്നത്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയ്ക്കാണ് നമുക്ക് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇപ്പോൾ ഈ ക്ലാസിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് ചോദ്യം നിങ്ങൾക്ക് വന്നാലും നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന 5 പോയിന്റുകൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ള മാനുഫാക്ചറിങ് പ്രോസസ്സുകളെ കുറിച്ച് ഓരോന്നായി അതിൻ്റെ സ്റ്റെപ്പുകൾ ഓരോന്നായി നമ്മൾ വരും വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു.